ചെയ്ത ശേഷം ആദ്യ പ്രതികരണം ന്യൂസ് 10 ആണ് ലഭിച്ചിരിക്കുന്നത്. ജബ്ബാർ ഹാജിയുടെ മുന്നണി ആളുകളും പാർട്ടി ആളുകളും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി ആയിരിക്കണം. എങ്ങനെയാണ് ഈ ഒരു സമയത്ത്? ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൂടുതൽ വിനയാനീതനാകുകയാണ്. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ വർദ്ധിക്കുകയാണ്. ഇതൊക്കെ ഈ ആവേശമൊക്കെ സന്തോഷകരമാണെങ്കിലും ഒരു വലിയ ജില്ലയുടെ ഉത്തരവാദിത്തം എന്ന നിലക്ക് ഞാനത് അക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബോധവാനാണ് ഞാനും എൻ്റെ ടീമും. അക്കാര്യത്തിൽ ഈ പ്രതീക്ഷകൾക്ക്, ഈ ജനങ്ങൾ നൽകുന്ന ഈ പ്രതീക്ഷത്തിനും സ്നേഹവായ്പിനും പകരമായി ഞങ്ങൾ നൽകുന്നത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും റോൾ മോഡലായ ഒരു ജില്ലയായി മലപ്പുറം ജില്ലയെ മാറ്റും എന്നുള്ളതാണ്. തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജയിച്ചതല്ല ജയിപ്പിച്ചതാണ്. അത് എത്രത്തോളം നിങ്ങളുടെ മനസ്സിനെ ഒക്കെ പ്രസംഗത്തിൽ അത് പറഞ്ഞു. തങ്ങൾ 1500-ലേറെ ഞങ്ങളെ ജനപ്രതിനിധികളോടാണ് പറഞ്ഞത് ജയിച്ചതല്ല ജയിപ്പിച്ചതാണെന്ന്. ആ ഒരു ബോധം അത് സംസ്ഥാന അധ്യക്ഷന്റെ വാക്കാണ്. അത് കൃത്യമായി അത് പാലിച്ച് അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അത് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളൊരു ഉള്ളിലതുണ്ട്. ഞങ്ങൾ ജയിച്ചതല്ല, ഞങ്ങളെ ജയിപ്പിച്ചതാണ്. അതിൽ ജനങ്ങളുണ്ട്, പാർട്ടിയുണ്ട്, ഞങ്ങളുടെ നേതൃത്വമുണ്ട്, എല്ലാമുണ്ട്. ആ രീതി തീർച്ചയായിട്ടും നമുക്കറിയാം. പ്രതിപക്ഷമില്ലെങ്കിലും ഇന്നലെ താങ്കൾ നടത്തിയിട്ടുള്ള ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും മാതൃകയാണ്. പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ വിളിച്ച് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അങ്ങ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്? എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് വിശദമായി ചർച്ച ചെയ്ത് ഞങ്ങളുടെ മീറ്റിങ്ങും പാർട്ടിയും കൂടി ആലോചിച്ചതിന് ശേഷം മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ആ രീതിയിൽ ജില്ലയുടെ പ്രധാനപ്പെട്ട പൈലറ്റ് പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യും.